എല്ലാ മാതാപിതാക്കളും ഇതൊന്ന് കാണണം. ഒരു തന്ത ഇങ്ങനെ ഇട്ടിരിക്കത്തില്ല. വിദ്യാഭ്യാസം കൂടി പോയി, മക്കൾക്ക് സമ്പത്തുണ്ടാക്കി കൊടുത്തു പോയി. അതാണ് ഇതിനകത്ത് ഇത്രയും വന്നത്. കോടീശ്വരനായ മക്കളുടെ ഒരു അച്ഛന്റെ അവസ്ഥയാണ്. ഈ വീടും സ്വത്തും അടക്കം അവർ എഴുതി മേടിച്ചു. അവർക്ക് അച്ഛന്റെ പണം മാത്രം മതിയായിരുന്നു, അവർക്ക് അച്ഛനെ വേണ്ട. അവർക്ക് ഇതെല്ലാം കൊടുത്തു. ഇപ്പൊ എനിക്കൊന്നുമില്ല, ഒരു നേരത്തെ ആഹാരം തരാൻ പോലും ഇല്ല. ആരും തരാനില്ല. പിന്നെ നിങ്ങളൊക്കെ തരുന്നതുകൊണ്ട് കഴിഞ്ഞു കൊടുക്കും. ഈ ചുറ്റും നിൽക്കുന്ന നാട്ടുകാരാണോ ഈ അച്ഛനെ നോക്കേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. 2 ആൺമക്കളുള്ള ഒരു അച്ഛനാണ് ഈ നിൽക്കുന്നത്. അദ്ദേഹത്തിനെ അങ്ങോട്ടങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മക്കള് നിങ്ങൾ അനുഭവിക്കും. സമ്പന്നരായതിന്റെ ഗുണമാണ് ഈ കണ്ടത്. തന്റെ ജീവിതകാലത്ത് ആരോഗ്യമുള്ള സമയം മുഴുവനും മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചു. തന്റെ സമ്പത്ത്, തന്റെ ആരോഗ്യം എല്ലാം സ്വന്തം മക്കൾക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചു. അവസാനം മക്കള് ഉയർന്ന വിദ്യാഭ്യാസവും നേടി വലിയ സമ്പന്നരായപ്പോ അവർക്ക് ആ മാതാപിതാക്കളെ നോക്കാനുള്ള സമയമില്ല. അവർക്ക് അവരെ നോക്കുന്നത് ഒരു കുറച്ചിലാണ്, നാണക്കേടാണ്. അയൽക്കാര് കണ്ടാൽ അത് മോശമാണ്. കാരണം ഈ തൊലിയൊക്കെ ചൊളിഞ്ഞ് മര്യാദയ്ക്ക് നടക്കാൻ പറ്റാത്ത ഈ മനുഷ്യന് ഒന്നിച്ച് താമസിപ്പിക്കുക എന്ന് പറയുന്നത് അവർക്ക് എന്തോ ഒരു നാണക്കേട്, അവരുടെ സ്റ്റാൻഡേർഡ് കുറഞ്ഞു പോകുന്നത് പോലെയാണ്. ഇങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ ജീവിതവും സമ്പത്തും മാറ്റിവെക്കുന്നത്. എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പൊന്നുപോലെ നോക്കണം എന്ന് കരുതി അവർക്ക് എല്ലാ സൗകര്യവും നിങ്ങൾ ചെയ്തു കൊടുക്കരുത്. നിങ്ങൾ കഷ്ടപ്പെടുന്നത്, നിങ്ങൾ അധ്വാനിക്കുന്നത്, നിങ്ങൾ കൊണ്ട വെയിലും ചൂടും, നിങ്ങൾ ചോര നീരാക്കി പണിയെടുത്തത്, അതിന്റെ വേദന, കഷ്ടപ്പാട് എത്രമാത്രമാണെന്ന് അവരറിയണം. ഇതൊന്നും നിങ്ങൾ മക്കൾ അറിയിക്കുന്നില്ല. എവിടെയൊക്കെയോ പോയി അധ്വാനിച്ച് സമ്പാദിച്ച് അത് മുഴുവനും മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച് മക്കളെ വലിയ ഉയർന്ന നിലയിൽ എത്തിക്കാണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തെറ്റല്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വില എന്താണ്, നിങ്ങൾ എങ്ങനെ സംരക്ഷിക്കണം, നിങ്ങൾ അവർക്ക് വേണ്ടി എന്തൊക്കെ അനുഭവിച്ചു, ഇതൊന്നും മക്കൾ അറിയുന്നില്ല. അതുകൊണ്ട് രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. ആ പാവം പിതാവിന്റെ സ്വത്ത് മുഴുവനും മക്കൾ വാങ്ങി, എന്നിട്ട് അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇങ്ങനെ എത്ര എത്ര കോടീശ്വരന്മാരായ മക്കളുടെ മാതാപിതാക്കളാണ് വൃദ്ധസദനങ്ങളിൽ കഴിയുന്നത്. അവർക്ക് സമ്പത്ത് ഉണ്ടാവാത്തത് കൊണ്ടല്ല, അവർ ജീവിതകാലത്ത് പണിയെടുത്ത് അധ്വാനിക്കാത്തത് കൊണ്ടല്ല, എല്ലാം മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അവസാനം ആ മക്കൾ പുറംകാല് കൊണ്ട് തട്ടിക്കളിക്കുകയാണ് മാതാപിതാക്കളെ. അതുകൊണ്ട് നിങ്ങളുടെ മരണം വരെ ജീവിക്കാനുള്ളത് നിങ്ങൾ മാറ്റിവെച്ചിട്ട് വേണം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കാൻ. ഇല്ലെങ്കിൽ ഒന്നുമില്ലാതെ ഇതുപോലെ കഴിയേണ്ടി വരും. അതുകൊണ്ട് മക്കളെ സ്നേഹിക്കണ്ട എന്നല്ല, മക്കളെ സ്നേഹിക്കണം, പരിഗണിക്കണം, അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതോടൊപ്പം അവർക്ക് ധാർമ്മികമായ ബോധങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അവരെയും വെയിലും ചൂടും കഷ്ടപ്പാടും അറിയിക്കണം. ഭാവിയിൽ ഇതേ മക്കളെ അവരുടെ മക്കള് എന്തു ചെയ്യുമെന്ന് അവരോർക്കുന്നില്ല.